മലയാറ്റൂരിൽ പെരിയാറിൽ കുളിക്കാൻ ഇറങ്ങിയ 5 NCC കേഡറ്റുകൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. മരിച്ചത് ദില്ലി സ്വദേശികളായ വിദ്യാർത്ഥികളാണ്. NCCയുടെ നാഷണൽ ട്രക്കിംഗ് ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു വിദ്യാർത്ഥികൾ. മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നു. വിവരവുമായി സഹിൻ ആന്റണി ലൈനിലുണ്ട്. സഹിൻ, വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് ഉച്ചയോടെ നമ്മൾ കേട്ടത്. ഇപ്പോൾ കുട്ടികളുടെ മൃതദേഹം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ബന്ധുക്കളെയെല്ലാം വിവരം അറിയിച്ച് അവരെപ്പോൾ വരും? അനുപമ, ഇന്ന് 11:30 കൂടിയാണ് നാടിനെ നടുക്കിയ ഒരു ദുരന്തമുണ്ടായത്. മലയാറ്റൂരിൽ NCCയുടെ ദേശീയ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ 5 കേഡറ്റുകളാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഈ 5 കേഡറ്റുകൾ ദില്ലി സ്വദേശികളാണ്. ഹേമന്ത് കുമാർ, ദിൽഷാദ് അംലം, ഉന്മേഷ് അഹമ്മദ്, നസീം സക്രി, മുഹമ്മദ് തിഷാൻ തുടങ്ങി 5 കേഡറ്റുകളാണ് മരിച്ചിരിക്കുന്നത്. ഇവർ പെരിയാറിൽ രാവിലെ 11:30 കൂടിയാണ് മുങ്ങി മരിച്ചത്. ഇവരുടെ മൃതദേഹം ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ടാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. മലയാറ്റൂരിൽ സെന്റ് തോമസ് സ്കൂളിൽ നടന്ന ക്യാമ്പിലായിരുന്നു. ഏകദേശം 250ഓളം വിദ്യാർത്ഥികളായിരുന്നു ഈ ക്യാമ്പിൽ 16 സംസ്ഥാനങ്ങളിൽ നിന്നായി പങ്കെടുത്തിരുന്നത്. ഈ 750 വിദ്യാർത്ഥികളുള്ള ക്യാമ്പിൽ നിന്നും ഏകദേശം 150ഓളം വരുന്ന വിദ്യാർത്ഥികളാണ്. നിരോധിത മേഖലയിലാണ് ഇവർ കയറി ചെന്നത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ വിവിധ വാദങ്ങൾ ഉയർന്നു വരുന്നു. വിദ്യാർത്ഥികൾ ഫോട്ടോ എടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായതെന്ന് പറയുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകാൻ പോയ ഒരു വിദ്യാർത്ഥി വെള്ളത്തിലേക്ക് വീണപ്പോൾ ആ വിദ്യാർത്ഥിയെ രക്ഷിക്കാൻ മറ്റുള്ളവർ ചാടിയതാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നാട്ടുകാരെല്ലാം തന്നെ വലിയ രോഷത്തിലാണ്. ജനങ്ങൾ ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ രീതിയിൽ തന്നെ തട്ടിക്കയറുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ സുരക്ഷിതരാണ്. ഈ വിദ്യാർത്ഥികളെ മരിച്ച കേഡറ്റുകളുടെ ഡൽഹിയിലുള്ള ഭവനങ്ങളിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ട്. അവരുടെ വീടുകളിൽ നിന്നും രക്ഷിതാക്കൾ ഉടൻ തന്നെ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അനുപമ.